എനിക്ക് ചുറ്റുമുള്ളത് മൂടൽമഞ്ഞാണ് എന്ന് കണ്ടാൽ ഒരു പക്ഷെ തോന്നിപ്പോകും. എന്നാൽ ഡൽഹിയെ സംബന്ധിച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ കാണുന്നതിൽ 20% മാത്രമേ മഞ്ഞുള്ളൂ. ബാക്കി 80% പുകയാണ്, വിഷപ്പുക, മാലിന്യമടക്കം കത്തിച്ചോരുന്ന പുക. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിന് തൊട്ടടുത്താണുള്ളത്. എനിക്ക് പുറകിലായിട്ട് ഇന്ത്യ ഗേറ്റ് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ പുക ഇന്ത്യ ഗേറ്റിനെ മറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ആ പ്രൗഢിയിൽ, ഇന്ത്യ ഗേറ്റിൻ്റെ ആ പ്രൗഢിയിൽ, ആ ഭംഗിയിൽ നമുക്കതിനെ കാണാൻ സാധിക്കുന്നില്ല. ഈ പുക ഒരർത്ഥത്തിൽ ഇന്ത്യ ഗേറ്റിനെയും അതല്ലെങ്കിൽ ഡൽഹിയുടെ തന്നെ മുഖങ്ങളെയെല്ലാം വരിഞ്ഞു മുറുകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത് തന്നെയാണ് നഗരത്തിൻ്റെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളുടെയും അവസ്ഥ, രാജ്യ തലസ്ഥാനത്തിൻ്റെ തന്നെ അവസ്ഥ. ഇന്ന് രാവിലെ ഡൽഹിയുടെ ശരാശരി വായു ഗുണനിലവാര തോത് എന്ന് പറയുന്നത് 480 മുകളിലേക്കാണ്. അത് പലയിടത്തും 495, 496, അങ്ങനെ 500 അടുത്ത് കിടക്കുന്നു. ഇത് അതിരൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിലവിൽ എന്തായാലും രാജ്യ തലസ്ഥാനത്തുള്ളത്. അടുത്ത 5 ദിവസത്തേക്കോ 6 ദിവസത്തേക്കോ കൂടി ഇതേ രീതിയിൽ തന്നെ തൽസ്ഥിതി തുടരും എന്നുള്ള കാര്യം കൂടിയാണ് ഒരു വിലയിരുത്തലായിട്ട് ഇപ്പോൾ ഉള്ളത്. ഡൽഹിയിൽ ഗ്രാപ്പ് 4 നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഏറ്റവും രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളാണ്. സ്കൂളുകൾക്ക് 10, 12 ക്ലാസ്സുകൾ ഒഴികെ ബാക്കി എല്ലാ ക്ലാസ്സുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്ലാസ്സുകൾ ഓൺലൈനായി മാറ്റിയിരിക്കുന്നു. വാഹനങ്ങൾക്കും വലിയ രീതിയിൽ നിയന്ത്രണങ്ങളുണ്ട്. ഈ ട്രക്കുകൾ, അവശ്യ സാധനങ്ങൾ കൊണ്ടുവരുന്നതല്ലാത്ത മറ്റ് ട്രക്കുകളൊന്നും ഡൽഹിക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിൽ വിലക്കുണ്ട്. BS6 താഴോട്ടുള്ളതും CNG അല്ലാത്തത്, അതുപോലെ തന്നെ ഇലക്ട്രിക് അല്ലാത്ത വാഹനങ്ങളൊന്നും തന്നെ പ്രവേശിക്കരുത് എന്നുള്ള നിയന്ത്രണം കൊടുത്തിരിക്കുന്നു. ഓഡ് ഈവൺ നമ്പർ, അതായത് നമ്പർ പ്ലേറ്റിലെ ഒറ്റ ഇരട്ട അക്ക നമ്പർ നോക്കി ഓരോ ദിവസം വാഹനങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൂടി വരും. ഇന്നോ നാളെയോ വരും എന്നുള്ള കാര്യം കൂടിയാണ് ഡൽഹി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ നിരവധി ട്രെയിനുകൾ വൈകിയിട്ടുണ്ട്. വിമാനങ്ങളെ സംബന്ധിച്ച് വിമാന കമ്പനികളും അതുപോലെ തന്നെ വിമാനത്താവളവും, ഡൽഹി വിമാനത്താവളവും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മോശം കാലാവസ്ഥയാണ്, അതുകൊണ്ട് വിമാനങ്ങൾ വലിയ തോതിൽ വൈകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. പുക മലിനീകരണത്തിനോടൊപ്പം തന്നെ ശീതകാലം കൂടി ഡൽഹിയിൽ ആരംഭിച്ചിട്ടുണ്ട്. തണുപ്പ് വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട്. അതും ദൃശ്യപരിധി കുറയുന്നതിന് മറ്റൊരു കാരണമാവുന്നുണ്ട്. ഈ മലിനീകരണ തോത് കുറയ്ക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും അല്ലെങ്കിൽ നടപടികൾ കൈക്കൊണ്ടുവെങ്കിലും അതെല്ലാം പാളിയിട്ടുള്ള അവസ്ഥയാണ്. ശീതകാലം എത്തിയിരിക്കുന്നു, തണുപ്പ് കൂടുന്നുണ്ട്, മഞ്ഞിൻ്റെയും തോത് കൂടും, വാഹനാപകടങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് എന്നുള്ള കാര്യം തന്നെയാണ് ട്രാഫിക് പോലീസും അറിയിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ കാലാവസ്ഥ, ഈ പ്രശ്നങ്ങൾ. ഡൽഹിയിൽ കർത്തവ്യപഥത്തിൽ നിന്നും ജഗദീഷ് കൃഷ്ണൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.